45 വർഷത്തിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന തിരുവനന്തപുരത്ത് വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് ബി.ജെ.പി. അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉണ്ടാകുന്നത് അങ്ങനൊരു മാറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നില്ല. തെരുവുനായ ശല്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ് മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. ഓടകൾ പൊട്ടി ഒഴുകുകയാണ്. മാലിന്യം റോഡിലൂടെ ഒഴുകി പോകുന്ന ദൃശ്യങ്ങളെല്ലാം നാം ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അത് തുടക്കത്തിൽ ബി.ജെ.പിക്ക് പിഴച്ചോ? ഇല്ല, ഒരു പിഴവും ഇല്ല. ഇപ്പോൾ 46 ദിവസം എന്തേ ആയിട്ടുള്ളൂ. ഒരു ഗവൺമെൻറ്, ഒരു അധികാരത്തിലുള്ള മേയറും അവരുടെ ടീമും കയറി ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടുകളുണ്ട്, അവരെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. 45 വർഷം കൊണ്ട് ഒരു കുടുംബത്തിലെന്ന പോലെ അവരുടെ കീഴിലിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, അവരുടെ പാർട്ടിയുടെ ആൾക്കാരാണ്, അവരുടെ യൂണിയനാണ് ശക്തം. അപ്പോൾ ആ ഒരു കാര്യങ്ങളുണ്ട് ഉദ്യോഗസ്ഥ ലെവലിലുള്ളത്. 2 ഭരണം കിട്ടി ബാക്കി ഫയലുകളൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് വരേണ്ട സമയമുണ്ട്. അതിനിടയ്ക്ക് അവരുടെ 6 ദിവസത്തെ ഡൽഹി യാത്രകളൊക്കെ ആയിരുന്നു. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇത് വരുന്നത് സോഷ്യൽ മീഡിയകളിൽ 45 വർഷം കൊണ്ട് അവരിരുന്നല്ലോ. അവർക്കപ്പോൾ ഈ മാലിന്യ പ്രശ്നമോ, ഓട പൊട്ടി ഒഴുകുന്നതോ, ഈ ഡംപ് ചെയ്ത് വച്ചിരിക്കുന്ന ചാക്കുകൾ മാറ്റാനോ, ഈ കാച്ചിൽ വള്ളി പോലെ കിടക്കുന്ന നമ്മുടെ ഇലക്ട്രിക് കേബിള് മാറ്റാനോ പറ്റിയോ? ഈ മേയർ രാജേഷ് അല്ലേ അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ 46 ദിവസമല്ലേ ഗവൺമെൻറ് ആയിട്ടുള്ളൂ. കുഞ്ഞ് ജനിച്ചല്ലേ ഉള്ളൂ. അത് പിച്ച വെച്ച് നടന്ന് വരട്ടെ. ഇനി എത്ര കിടക്കണം? 5 വർഷത്തിൽ പരം സമയം കിടക്കുകയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിമർശനം കൊണ്ടുവരുന്നത്, വിമർശിക്കുന്നവർ പറയുന്നത് 45 ദിവസത്തിനുള്ളിൽ എല്ലാം മാറ്റുമെന്ന് ബി.ജെ.പി. പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗം റോബർട്ടിനെ പോലും കൊണ്ട് ശ്രീജിത്ത് നടക്കൂലല്ലോ. വലിയ രീതിയിലുള്ള പിന്നെ എന്തുകൊണ്ട് പ്രസംഗിച്ചത് 45 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അത് തയ്യാറാക്കി പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രി ഇവിടെ വന്നു, മേയർ ഫയൽ കൊടുത്തു, അവരെ ഡൽഹിക്ക് വിളിച്ചു. ഉത്തരേന്ത്യയിലുള്ള ബി.ജെ.പി. ഭരിക്കുന്ന പല സിറ്റി, ബറോഡ, അതുപോലെ സൂറത്ത്, ലക്നൗ, ഭോപ്പാൽ പോലുള്ള നഗരങ്ങളിലെ ഉദ്യോഗസ്ഥരെ ചെന്ന് കണ്ടു. ആ നഗരങ്ങൾ നന്നാക്കിയത് തിരുവനന്തപുരത്തുകാരനായ അനിൽ പണ്ടാല സാറാണ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് കണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് ഇവിടെ വന്ന് പ്രോജക്റ്റ് ചെയ്യണ്ടേ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്ത് അധികാരം കിട്ടി അവർ 1 വർഷം കൊണ്ട് എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? തുക്ലക് പരിഷ്കാരങ്ങൾ ഇല്ലല്ലോ. അപ്പോൾ ഇവർ കയറിയ ഈ വിമർശനം വരുന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും കാട്ടാക്കടയും ആറ്റിങ്ങലും കിട്ടുമോ എന്നൊരു സംശയം പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും പത്രക്കാരും പറയുന്നു. തലസ്ഥാനത്ത് 5 സീറ്റ് ബി.ജെ.പി. നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്ത് MLA-മാർ വരുമെന്ന് പറഞ്ഞു. ഇത് ഇവർ ഹാലളായിപ്പോയി. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്നു. 2011 തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വളരെ കുറവായി. 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പിൽ 3 അന്നുണ്ടായിരുന്നു. കോൺഗ്രസ്സിന് 1 ചുരുങ്ങി. അപ്പോൾ കോൺഗ്രസ് ക്രമേണ നശിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നേട്ടങ്ങൾ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പിക്കാണ്. ബി.ജെ.പി. ഇവിടെ ഭരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഭരണത്തിൽ ഇനി 5 MLA-യും കൂടി തിരുവനന്തപുരം സിറ്റി, ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ 2ഉം തിരുവനന്തപുരം പാർലമെൻറ്റിൽ 3ഉം MLA-മാർ കിട്ടിയാൽ 45 ഏകദേശം കേരളം രൂപം കൊണ്ടതുമുണ്ട്. UDF, LDF എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്ക് മോശമല്ലേ? അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുവാൻ 46-47 ദിവസമായ രാജേഷ് ഒന്നും ചെയ്യുന്നില്ല. പ്രധാനമന്ത്രി വിളിച്ച് ചാപ്പട്ടടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോരാളി ഷാജി എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പ്, സഹാവ് എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പ്, കമ്മികളുടെ ഗ്രൂപ്പ്, കൊങ്ങികളുടെ ഗ്രൂപ്പ് സോഷ്യൽ മീഡിയ ഇറക്കി വിടുന്നു. ഇത് സാധാരണക്കാർക്കറിയാം. സോഷ്യൽ മീഡിയയിൽ എത്ര ഇട്ടാലും ഇല്ലെങ്കിലും ഇവിടെ ബി.ജെ.പി. സംസ്ഥാന സർക്കാരല്ല, കേന്ദ്രം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ അധികാരം കൊടുത്തു. അവർക്ക് സമയം കൊടുക്കണമെന്ന് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ പൂജപ്പുര ആണ് സോഷ്യൽ മീഡിയ എടുത്തിട്ടിരിക്കുന്നത്. ജഗതിയിൽ മത്സരിച്ച രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഗണേഷ് കുമാറിൻ്റെ PA-യുടെ വീട്ടിൻ്റെ മുമ്പ് മതിലിൽ കുറേ ചാക്കുകെട്ടുകളും അത് കുറേ ഒലിക്കുന്ന ഹോട്ടൽ വേസ്റ്റുകളും കൊണ്ടുവച്ചിട്ട് സോഷ്യൽ മീഡിയ ഇട്ടു. രാധാകൃഷ്ണൻ്റെ വീട്ടിൻ്റെ ഗതി ഇതാണ്.
അപ്പോൾ അത് എത്ര ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് കൊണ്ടുവച്ചു എന്ന് പൂജപ്പുര നിവാസികൾക്കറിയാം. ഇവിടെ ഒരു ഓട പൊട്ടി ഒഴുകുന്ന പഴവങ്ങാടിയിൽ, അത് എങ്ങനെ മുമ്പ് എങ്ങനത്തെ ഓടയായിരുന്നു, പൊട്ടിയത് എങ്ങനെയാണ്, 45 ദിവസം കൊണ്ട് ആ ഓട അനന്തപുരം ക്ലീനിൽ ചെയ്ത ഓട ശരിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് ഉദ്യോഗസ്ഥരും സിറ്റിയിലുള്ള കുറേ ആൾക്കാരുമുണ്ട്. ഗവൺമെൻറ് ഈ മേയറുടെ പേരില്ലാതാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളും ചില പത്രങ്ങളും അവരുടെ ഒരു ഗിമ്മിക്കുകളാണിത്. അത് സാധാരണ ജനങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക, അദ്ദേഹം കയറി ഉടനെ പറഞ്ഞ കാര്യം, എന്തുമാത്രം നായ്ക്കളുണ്ടായിരുന്നു. ഈസ്റ്റ് ഫോർട്ടൊക്കെ പോയാൽ പഴവങ്ങാടിയുടെ അവിടെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കൽപ്പാതയിലൊക്കെ നായ്ക്കളുടെ ബഹളമാണ്. ഇന്ന് നായ്ക്കളില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷട്ടറിലാക്കും. ഒരു വിധപ്പെട്ട ഷട്ടറിലാക്കിയിട്ടുണ്ട്. അത് വീഡിയോ അതുപോലത്തെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. ശ്രീജിത്ത് അത് ശ്രദ്ധിച്ച, ഈ നായ്ക്കളെ പിടിച്ച് വട്ടിയൂർക്കാവിൻ്റെ കരവോളം ബോർഡർ പഞ്ചായത്തിൻ്റെ അവിടെ പോയിട്ട് ഈ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാർ ആ വണ്ടി തുറന്ന് അവിടെ വിട്ട് നായ്ക്കളെ. ഈ വിമർശിക്കുന്നവർ ആ വീഡിയോയും കാണണം. ഈ രാജേഷ് മേയർ ഓർഡർ ഇട്ട എന്താണ്, തൊട്ടടുത്ത പഞ്ചായത്ത് വിളപ്പശാലയുടെ അവിടെ ഏതോ ഒരു വാർഡിൽ ഷട്ടറിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവിടെ കൊണ്ട് നായെ വിടാൻ പറഞ്ഞതാ. ഈ കോർപ്പറേഷൻ ഇടതുപക്ഷ ചായ് ഉദ്യോഗസ്ഥന്മാർ നായ്ക്കളെ കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് താഴെ എവിടെ കൊണ്ട് തുറന്നു വിട്ടിക്കുന്നു. അപ്പോൾ വട്ടിയൂർക്കാവ് എന്നൊരു നായ്ക്ക് സ്വന്തം സ്ഥലത്ത് ഓടി വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കൊല്ലത്ത് എനിക്ക് പരിചയമുള്ള കൊല്ലത്ത് കൊണ്ടുവിട്ട ഒരു വലിയ നായെ അത് തിരിച്ച് 7 ദിവസം കഴിഞ്ഞ് ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നോക്കാൻ വയ്യ, ഉത്തരേന്ത്യയിൽ പോകണം. അപ്പോൾ അദ്ദേഹം ആരെ ഏൽപ്പിച്ചിട്ട് പറ്റൂല. കാരണം വലിയ വലിയ നായ്ക്കളെ വിളിച്ച് വലിയ പണക്കാരനെന്നുകൊണ്ട് രാവിലെ നടക്കാൻ മുമ്പ് പിടിച്ചോണ്ട് പോകും. ആ നായ പുള്ളി പോയ വഴിക്ക് കൊല്ലത്ത് എവിടെ ഇറക്കി വിട്ടു, ചങ്ങല അഴിച്ചു വിട്ടു, ബെൽറ്റും അങ്ങ് മാറ്റി. ബെൽറ്റ് മാറ്റി അയാളെ വീട്ടിൽ പറഞ്ഞ് ആരും ഉപദ്രവിക്കില്ല. ഈ നായ എന്താ ചെയ്ത്, ബുദ്ധിമാന്മായ വലിയ വിലപിടിപ്പുള്ള നായയാണ്. മണം പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. അതുപോലെ ഇവർ ഇറക്കി വിട്ടെന്ന കരവള ആ സൈഡിലുള്ളത് സിറ്റിയിൽ വന്നതാണ് വീണ്ടും ഇവർ സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. അത് മേയറെ മോശമാക്കാൻ വേണ്ടി ഈ നഗരസഭ ഉദ്യോഗസ്ഥന്മാർ CITയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ്. തൂപ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് നടക്കാൻ പോകുന്നതാണ്, സ്ഥലവും കാര്യമൊന്നും പറയുന്നില്ല. ചില തൂത്ത ചവറുകൾ തിരിച്ചുകൊണ്ടിടുന്ന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, ഇദ്ദേഹം മേയർ പുത്തരിക്കണ്ടത്ത് നടക്കാൻ പോകും. രാവിലെ ചില സ്ഥലങ്ങൾ അദ്ദേഹത്തിന് അറിയാം വീക്ഷിക്കുന്നുണ്ട്, പേര് മോശമാക്കാനെന്നുള്ളത്, കൈയോടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇവിടെ വരുന്നത് ആറ്റുകാൽ പൊങ്കാലയായി വെട്ടിച്ചതിൻ്റെ ഓർമ്മ വന്നപ്പം അവർക്ക് ഒരു ഇത് വന്നു. അടുത്ത 23-ാം തീയതി വന്ന് 3-ാം തീയതി പൊങ്കാലയല്ലേ. ആറ്റുകാൽ എന്ന് പറയുമ്പം അവരുടെ ഒരു വളം നിലമായിരുന്നു, അവരുടെ ഒരു ട്രഷറി ആയിരുന്നു. ചുടുകട്ട മാറ്റിയതിന് ഇത്ര രൂപ, ആഹാരം കഴിച്ചതിന് ഇത്ര രൂപ, ചാമ്പൽ പറക്കാതെ വെള്ളം അടിച്ചതിന് ഇത്ര രൂപ, കോടിക്കണക്കിന് രൂപ വെട്ടിച്ച് എൻ്റെ ആ സഹാക്കളുടെ ഒരു ഹാല് ആണ് സോഷ്യൽ മീഡിയക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യിക്കുന്നത്. അത് വലിയ പ്രയോജനമൊന്നുമില്ല. അരിയാഹാരം കഴിക്കുന്ന തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള മലയാളികൾക്കും വന്ന് താമസിക്കുന്നവർക്കും സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പലയിടങ്ങളിലും തക്കയാട് ശ്മശാനവുമായി ബന്ധപ്പെട്ട് രീതിയിൽ സമരങ്ങൾ നടക്കുകയാണ്. അത് അവരിരിക്കുമ്പോഴാണ് നടത്തേണ്ടത് സമരം. അവിടെ വിറകിൽ കൊണ്ടുവന്ന് പ്രേതം ദഹിപ്പിക്കാൻ ഒരു സെക്ഷനുണ്ട്. പഴയ ആചാരപ്രകാരം കദമ്പയടിക്ക് ചെയ്യുന്ന സെക്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ഉണ്ട്. 3 സെക്ഷൻ അവിടെ ഉണ്ട്. അവിടെ അവർക്ക് തൊഴിലാളികൾക്കും അവിടുത്തെ യൂണിയൻകാർക്ക് പൈസ കിട്ടാൻ വേണ്ടി കറണ്ട് ചീത്തയായി എന്ന് പറഞ്ഞ് ഇതിലടക്കണത് അവർ തന്നെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണം വരാത്തത്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പൈസ കംപ്ലീറ്റ് ഓരോ ഡെഡ് ബോഡി അടക്കുന്നത് കംപ്ലീറ്റ് കോർപ്പറേഷൻ വന്നിട്ടില്ല, വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിനെതിരെ അവർ സമരം ചെയ്യാത്തത്. ഈ 45 ദിവസം ആയതിനെതിരെ സമരത്തിന് വരുവുള്ളൂ. നമുക്കറിഞ്ഞൂടെ, നിയമത്തുള്ള ചില ഉദ്യോഗസ്ഥന്മാർ വീട്ടിലെ കരം കൊണ്ടുവന്ന് അടയ്ക്കുന്ന കാശ് ഹ്യൂജ് എമൗണ്ട് വെട്ടിച്ചുകൊണ്ട് പോയി. പാവങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് വിദ്യാർത്ഥികളുടെ പഠനത്തിനും അവരുടെ ഉന്നമനത്തിൻ്റെ പൈസ വെട്ടിച്ചു. ഹരിജനക്ഷേമ ഫണ്ട് വെട്ടിച്ചു. അതിനൊന്നും അവർക്ക് അന്വേഷണം ഇല്ലല്ലോ. 45 ദിവസം കൊണ്ട് എന്ത് വെട്ടിപ്പാണ് ഡെപ്യൂട്ടി മേയറും ചെയ്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ MLA പോലുള്ളവർ വീട് മാറിയതിൻ്റെ വൈരാഗ്യവും ഈ പത്രങ്ങളും ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിൽ തിരുവനന്തപുരത്ത് MLA കിട്ടുമെന്നുള്ളതും ഒരു നിഷ്പക്ഷമായ ഒരു വ്യക്തി പറഞ്ഞതാണ്. ഇൻ്റലിജൻസ് ഇറങ്ങിയൊരു ഉദ്യോഗസ്ഥൻ 22 MLA കേരളത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് UDF-ൻ്റെ ആണോ LDF-ൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം കോൺഗ്രസിൻ്റെ ഒരു MLA എന്നുള്ള സ്ഥാനത്ത്
കൂട്ടുവാൻ അവർ ശ്രമിക്കുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIയുടേത് നഷ്ടപ്പെടാതിരിക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കിട്ടാതിരിക്കുവാൻ കുറേ സോഷ്യൽ മീഡിയ ഇറക്കി വിടുന്നു. അത് വളരെ ഇവിടുത്തെ തിരുവനന്തപുരം അനന്തപുരം നിവാസികൾക്ക് അറിയാമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഫേക്ക് സോഷ്യൽ മീഡിയകൾ ജനങ്ങൾ വിശ്വസിക്കുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.